ഹായ് ഹലോ വെൽക്കം ബാക്ക്. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്രത്യേകിച്ചുള്ള ഒരു ടോപ്പിക്കൊന്നും അല്ല കേട്ടോ. ജസ്റ്റ് നിങ്ങളായിട്ടൊന്ന് ഇൻട്രാക്ട് ചെയ്യാമെന്ന് വെച്ചു. ന്യൂ ഇയർ ഒക്കെ എല്ലാവരും അടിച്ചു പൊളിച്ച് ഇരിക്കാമെന്ന് എനിക്കറിയാം. കുറേ പേര് പുതിയ പുതിയ ഗോളുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാകും. കഴിഞ്ഞ വർഷം നമുക്ക് ചെയ്ത് തീരാത്ത പല കാര്യങ്ങളും ഈ വർഷം നമുക്ക് വളരെ നല്ല രീതിയിൽ പൂർത്തിയാക്കണം എന്നൊക്കെ മനസ്സിൽ ആഗ്രഹിച്ച് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ, നല്ലൊരു ജോബ് അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ്, അങ്ങനെയൊക്കെ പല ലക്ഷ്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ പലരും ഇരിക്കുന്നത് അല്ലേ. പുതിയ പുതിയ ഗോളുകളൊക്കെ സെറ്റ് ചെയ്ത ആളുകൾക്ക് അതിൽ ലക്ഷ്യത്തിലെത്താൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങൾ ഈ കാണിക്കുന്ന ആ ഒരു സ്പിരിറ്റ് ഈ വർഷം മുഴുവനായിട്ട് ഉണ്ടായിരിക്കണം. ചില ആളുകൾ പുതിയ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ച് 2-3 ദിവസമൊക്കെ അതിനു വേണ്ടി മെനക്കെടും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും പഴയതുപോലെയാകും. അങ്ങനെ ആവാതെ ഈ ഒരു സ്പിരിറ്റോട് കൂടിയിട്ട് ഈ വർഷം മുഴുവനും പോട്ടെ, എന്നാൽ മാത്രമേ നമുക്ക് സക്സസ് ആവാൻ പറ്റുള്ളൂ. ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോഗ്രസ് കാണുള്ളൂ കേട്ടോ. ഇനി ഞാൻ എങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ഒരു ഡേ ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. എന്നെ സംബന്ധിച്ച് ഞാനിങ്ങനെ മുൻകൂട്ടി പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നടക്കാറില്ല. പെട്ടെന്നാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പം സക്സസ് ആകും. അല്ലാതെ കാലേ കൂട്ടി ചിന്തിച്ച് ഇന്നത് ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്താണെന്നറിയത്തില്ല, അത് നടക്കാറില്ല. അതങ്ങ് ചീറ്റിപ്പോകും. സഡൻ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അത് ചിലപ്പം സക്സസ് ആവും. എനിക്ക് അങ്ങനെയാണ് എൻ്റെ ലൈഫിൽ മിക്ക കാര്യങ്ങളും ഉണ്ടായിട്ടുള്ളത്. ഇതുപോലെ ഗോളൊന്നും സെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കാറുണ്ട്. അത് ഞാൻ വർഷങ്ങളായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം ഇത് മറവിക്കുറവൊക്കെ ഉള്ള ആളുകൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു കാര്യമാണ് കേട്ടോ ഈ ഒരു ടു ഡു ലിസ്റ്റ്. ഈ ടു ഡു ലിസ്റ്റിൻ്റെ കാര്യം മിക്ക ആളുകൾക്കും അറിയുന്നവരായിരിക്കാം കേട്ടോ. എന്നാൽ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പറയുന്നത് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മൾ രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ മിക്ക ആളുകൾക്കും ഡയറി എഴുതുന്ന ശീലം ഉണ്ടല്ലോ. അതുപോലെ നമ്മൾ ചുമ്മാ ഒരു പേപ്പറിൽ നാളെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് എഴുതി വെക്കാം. അതിപ്പം കുക്കിങ്ങിൻ്റെ കാര്യമായിക്കോട്ടെ, കുട്ടികളുടെ സ്കൂളിലെ കാര്യമായിക്കോട്ടെ, ഓഫീസിലെ കാര്യമായിക്കോട്ടെ, ഇനി ഒരാൾ ഫോൺ ചെയ്യുന്ന കാര്യമായിക്കോട്ടെ, ഷോപ്പിംഗ് ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും നമുക്ക് ചെറിയൊരു രീതിയിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ നോട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് നാളെ അത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും അവസാനം നമ്മൾ നോക്കുക, രാത്രി കിടക്കാൻ നേരത്ത് നമ്മൾ നോക്കുക, ഇന്ന് ഞാൻ ഈ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കാം. എന്നിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് ഒരു ഇൻറ്റു മാർക്ക് ഇടുക. എന്നിട്ട് അതായിരിക്കണം അടുത്ത ദിവസം നമ്മൾ പ്രയോറിറ്റി കൊടുത്ത് ചെയ്യേണ്ടത്, ആദ്യത്തെ കാര്യങ്ങൾ. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകാതെ നമുക്ക് വളരെ അപ്ഡേറ്റഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇത് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് മാത്രമല്ല, നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, ഈ ഒരു ടു ഡു ലിസ്റ്റ് എന്നൊരു ശീലം നമ്മളുടെ ലൈഫിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ലതാണ്. പല കാര്യങ്ങളും നമുക്ക് ഓർത്ത് ചെയ്യാനായിട്ടും മറവിയില്ലാതെ നമുക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയ ഒരു രീതിയിൽ നമ്മുടെ ലൈഫ് കൊണ്ടുപോകാനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ടു ഡു ലിസ്റ്റ്. ഈ ഒരു രീതി നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ നല്ല മാറ്റങ്ങൾ വരും. നമുക്ക് മറന്നു പോയി എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മളുടെ ബോസിൻ്റെ കയ്യിൽ നിന്ന് ചീത്ത കേൾക്കാതെയും, അല്ലെങ്കിൽ വീട്ടിലുള്ളതാണെങ്കിലും ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് നീ എന്തുകൊണ്ട് ഇത് ചെയ്തില്ല, അല്ലെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമായിരുന്നല്ലോ എന്നൊന്നും പറഞ്ഞ് നമുക്ക് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ്, ചില ആളുകൾ ഫ്രിഡ്ജിലൊക്കെ സ്റ്റിക്കി നോട്ടായിട്ട് ഒട്ടിച്ച് വെക്കാറുണ്ട്. ഞാൻ അങ്ങനെ വെക്കാറുണ്ട് കേട്ടോ. പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പോകേണ്ട കാര്യം അല്ലെങ്കിൽ ആരുടെയെങ്കിലും ബർത്ത്ഡേ ഡേറ്റ് കാര്യങ്ങൾ അതൊക്കെ ഞാൻ ഇതുപോലെ സ്റ്റിക്കി നോട്ട് എഴുതി വെച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാം. ഈ ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം വളരെ നല്ല കാര്യമാണ്. ലൈഫിൽ ഒരു അടുക്കും ചിട്ടയും നമുക്ക് വരും. നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് മറവിയില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് പറ്റും. അപ്പം നിങ്ങളിതൊന്ന് ഫോളോ ചെയ്യണം കേട്ടോ, ഫോളോ ചെയ്യാത്ത ആളുകളൊക്കെ. പിന്നെ നമ്മളുടെ ലൈഫിൽ എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും. നമുക്ക് ഈ വർഷം ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, ചില ആളുകൾക്ക് കഴിഞ്ഞ വർഷം ഞാൻ ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങാൻ വേണ്ടി വിചാരിച്ചു, എനിക്ക് നടന്നില്ല. അപ്പോൾ എനിക്ക് ഈ വർഷം എന്തായാലും അതിനു വേണ്ടി ചെയ്യണം. അപ്പോൾ അങ്ങനത്തെയൊക്കെ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനൊക്കെ ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്തിട്ട് വർഷത്തിൻ്റെ ആദ്യം തന്നെ അതിനൊക്കെ വേണ്ടി പരിശ്രമിക്കുക. അല്ലാതെ ഒരു കൊല്ലം കഴിയുന്നതിൻ്റെ ആ സമയം നോക്കിയിട്ട് ചെയ്യാതെ, അങ്ങനെയൊക്കെ പ്ലാനുകളൊക്കെ ഉള്ള ആളുകളൊക്കെ അതൊക്കെ തുടക്കത്തിൽ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, എഫേർട്ടൊക്കെ എടുക്കുക.
ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കഴിഞ്ഞ വർഷം ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഈ വർഷം ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഇനി വർഷത്തിൻ്റെ ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ടൊക്കെയുള്ള ശ്രമങ്ങളൊക്കെ നടത്തുക. ഒന്നും അവസാനത്തിലേക്ക് വെക്കാതെ ആദ്യം തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. എല്ലാവർക്കും നല്ല വിജയങ്ങളും സക്സസ്സും എല്ലാം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ഈ കുഞ്ഞു വീഡിയോ അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ലവ് യു ഓൾ. താങ്ക് യു.